നമസ്കാരം സാർ. നമസ്തേ ഐശ്വര്യ. സാർ, ഇപ്പോ ഒരു UDFന്റെ ഭയങ്കര ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ സണ്ണി എം കപ്പിക്കാട് UDF സ്ഥാനാർത്ഥിയായിട്ട് വൈക്കത്ത് വരുമെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ. ശരിക്കും എല്ലാം കൊണ്ടും ഇടത് സംവരണ മണ്ഡലമായിട്ടുള്ള വൈക്കത്ത് ഒരു ദളിത് പ്രവർത്തകനും അങ്ങനെ ഒരുപാട് സജീവമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി കാണുന്ന സണ്ണി എം കപ്പിക്കാടിനെ പോലെ ഒരാളെ ഇറക്കുന്നത് സതീശന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആണ് എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. അപ്പോ ഈ ഒരു വിഷയത്തെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത്രയും നാള് ഇടത് കോട്ട പിടിച്ചൊരു സ്ഥലമാണ് വൈക്കം. ഞാൻ അതിന്റെ തുടക്കത്തിലേ പറയട്ടെ. ഞാൻ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഈ നരേന്ദ്രമോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഓർമ്മ വരും. അതുകൊണ്ട് നമുക്ക് സർജിക്കൽ സ്ട്രൈക്ക് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് നരേന്ദ്രമോദി ഓർമ്മ വരും എനിക്ക് സർജിക്കൽ സ്ട്രൈക്ക് കേൾക്കും. ഓക്കെ. അപ്പൊ ഏതായാലും ഇതിനൊരു ഒരു ചരിത്രപരമായ ഒരു പൊളിറ്റിക്കലി ഇമ്പോർട്ടന്റ് ഒരു ഡെവലപ്മെന്റ് ആണ്. ആ പൊളിറ്റിക്കലി ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് ഈസ് റൂട്ടഡ് ഇൻ ഹിസ്റ്ററി. ആ ചരിത്രം എന്ന് പറയുന്നത് നമ്മളുടെ ലോകത്ത് നിന്ന് പ്രസന്റ് ലോകത്ത് നിന്ന് മായ്ച്ചു കളയപ്പെട്ട ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ സണ്ണി എം കപ്പിക്കാടിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ വിജയവും പരാജയവും വാസ്തവത്തിൽ വ്യക്തിപരമായി എന്നെ ബാധിക്കുന്നില്ല. ഇവിടെ ഏത് MLA വന്നാലും ഏത് മന്ത്രിസഭ വന്നാലും നാളെ സാധാരണ മലയാളിയെ ഇത് എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ ഇന്ത്യക്കാരനെ എങ്ങനെ ബാധിക്കും? നമ്മൾ ഇത് ബാധിക്കുന്നത് കുറച്ച് മനുഷ്യരെയാണ്, കുറച്ച് സമ്പന്നരെ, കുറച്ച് അധികാരമായ അല്ലെങ്കിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കുറച്ച് മനുഷ്യർ. ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ നമ്മൾ ഈ കാറ്റഗറിയിലല്ല. ഞാൻ വ്യക്തിപരമല്ല, ഞാൻ അധിക ദുരിതം അനുഭവിക്കുന്ന, പട്ടിണി അങ്ങനെ ഇരിക്കുന്ന പാവപ്പെട്ട അങ്ങനെ ഒരു മനുഷ്യനല്ല ഞാൻ. അത് ഇടത്തരം മനുഷ്യനാണ്. ഇനി വലിയ സമ്പന്നനല്ല, വലിയ അധികാര കേന്ദ്രങ്ങളിലോട്ട് പോകാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. അപ്പൊ വാസ്തവത്തിൽ എന്നെപ്പോലുള്ള ഭൂരിപക്ഷം മലയാളികൾ ഈ ഇവിടെ ആര് MLA തെരഞ്ഞെടുത്ത് വന്നാലും ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാകാൻ പോകുന്നില്ല. വിശ്വപൗരൻ MP ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത്. വിശ്വപൗരൻ വന്നില്ല എന്നെ. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് പക്ഷെ ചരിത്രപരമായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനായിട്ട് ഈ സണ്ണി എം കപ്പിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വം കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. അപ്പൊ നമ്മളൊരു നോക്കേണ്ടത് വെച്ചാൽ നമ്മുടെ കൺമുമ്പിൽ, അതായത് ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് നമ്മുടെ കൺമുമ്പിൽ ചരിത്രത്തെ ഇല്ലാതാക്കിയ സ്ഥലത്ത് മിത്ത് പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ കാണുന്നു. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈ യഥാർത്ഥ ചരിത്രം കുഴിച്ചിടുകയും അവിടെ ഒരു മിത്ത് കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ദ ഓൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥ ചരിത്രം നമുക്കറിയില്ല, അല്ലെങ്കിൽ നമ്മളെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് മൂടിക്കളയുന്നു. അവിടെ ഒരു കെട്ടുകഥ കൊണ്ട് വയ്ക്കുന്നു. ആ കെട്ടുകഥയിൽ നമ്മൾ ചരിത്രം ഉണ്ടാക്കുന്നു. വി ക്രിയേറ്റ് ഹിസ്റ്ററി ഔട്ട് ഓഫ് ഇറ്റ്. ഇതാണ് നമ്മുടെ ഒരു വാസ്തവത്തിലൊരു ട്രഡീഷൻ എന്ന് പറയുന്നത്. അതിന്റെ റെപ്പറ്റീഷനായിട്ട് ഞാൻ ഇവിടെ ഇത് കാണുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നോക്കണം, ഈ ഒരു മഹാകുംഭമേളയോ ഇവിടെ നടത്താൻ പോകുന്നു ഭാരതപ്പുഴ, അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനം ചെയ്തു, ഗവർണറാണ് പോയി ഉദ്ഘാടനം ചെയ്ത്, അത് കഴിഞ്ഞു. അത് ഫെബ്രുവരി 3 വരെ ഉണ്ട്. കുംഭമേള എന്ന് പറയുന്ന ആ എത്രയും വർഷമായിട്ട് നടക്കുന്ന അത് തന്നെ ഒരു കെട്ടുകഥയുടെ ബാക്കിയാണ്. അതായത് കൂർമ്മ അവതാരത്തിന്റെ സമയത്ത് സമുദ്രം കഴിഞ്ഞ് പാലാഴി മഥനം നടത്തി അമൃതം എടുക്കുമ്പോൾ മോഹിനിയായി വിഷ്ണു വേഷം മാറി വന്ന് അസുരന്മാരുടെ കയ്യിൽ നിന്ന് ഈ അമൃത കുംഭം തട്ടിക്കൊണ്ട് പോകുന്ന വഴിക്ക് 4 വീണു. ആ 4 വീണതിന്റെ അതോടുകൂടി അവിടെ എല്ലാം പവിത്രമായി. അപ്പൊ 4 വീണതിന്റെ ഓർമ്മയ്ക്കാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ അഴുക്ക് പുരണ്ട നദിയിൽ പോയി ആളുകൾ കുളിക്കുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവേഴ്സ് ഇൻ ദ വേൾഡ്. അവിടെ പോയി കുളിക്കുന്നത്. ഇന്ന് എന്തിനായിരുന്നു അമൃതം? അമരത്വത്തിന് വേണ്ടിയിട്ടാണ്. ഏത് മോക്ഷത്തിനല്ല, അമരത്വം, മരണമില്ലായ്മയ്ക്ക്. ഒരു തമാശയായിട്ട് ഞാൻ പണ്ടൊരു ഒരു ക്ലിപ്പ് എവിടെ കണ്ടിട്ടുണ്ട്. അത് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം? അപ്പൊ ആ ആൾക്കൂട്ടത്തിൽ എല്ലാവരും കൈവക്കുകയാണ്. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. അതെ, ആർക്കാണ് ആദ്യം പോകാൻ ആഗ്രഹം? ഒരൊറ്റ കൈ ഉയരുന്നില്ല. മനസ്സിലായോ? ആദ്യം പോകണമെന്ന് വെച്ചാൽ ഇപ്പൊ മരിക്കണ്ടേ? അപ്പം മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല. ബാക്കി സ്വർഗമൊക്കെ കെട്ടുകഥയാണ്. ഇത് ജീവിതമാണ്. ഇത് എത്ര നാൾ നീട്ടിക്കൊണ്ടു പോകാം? അതിന്റെ ഞാൻ കോണ്ടെക്ച്വലായിട്ട് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്
ദലൈലാമയുടെ ബർത്ത്ഡേ 90th ബർത്ത്ഡേ ആഘോഷ സമയത്ത് പുള്ളി പറഞ്ഞു ഒരു 3 പതിറ്റാണ്ട് കൂടെ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ അത് കേട്ടിട്ട് അയ്യോ ഈ മനുഷ്യന് ആ ബുദ്ധൻ പറഞ്ഞു ഒന്നും മനസ്സിലായില്ലല്ലോ. ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ 130 വർഷം ജീവിക്കാനുള്ള ആഗ്രഹം ഇസ് ദ മദർ ഓഫ് ഓൾ ഡിസയേഴ്സ്. അയാൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ അത്. അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു മിത്ത് നമ്മൾ ഹിസ്റ്ററിക്ക് പകരം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇത് ഓർഗനൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ സംഘാടകല പ്രമുഖനായ ഒരാൾ പറഞ്ഞൊരു കമന്റ് ഉണ്ട്. ഇത് പണ്ട് നടന്നിരുന്നു. അപ്പൊ ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ യജ്ഞം ആൻഡ് യാഗ വെർ പെർഫോംഡ് ആൻഡ് എ ന്യൂ കിങ് വാസ് സെലക്ടഡ്. ഈ കുംഭമേള 12 കൊല്ലത്തിൽ വെച്ച് തിരുനാവയിൽ പണ്ട് നടന്നിരുന്നപ്പോൾ അവിടെ യാഗവും യജ്ഞവും നടന്നിരുന്നു. രണ്ടും ബ്രാഹ്മണിക്കലാണ് കേട്ടോ. എന്നിട്ട് പുതിയ രാജാവിനെ തെരഞ്ഞെടുത്തു. ഈ പുതിയ രാജാവിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ അവിടെയാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത്. കാരണം കേരളത്തിൽ BJP അധികാരം പിടിക്കാൻ ആഗ്രഹിക്കുന്നു, പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമ ഫലങ്ങളുടെ തുടക്കമാണ് ഈ സാധനം. അങ്ങനെയാണ് അത് കാണേണ്ടത്. അങ്ങനെയാണ് അത് എന്തോ ഇപ്പൊ ഇവിടെ നടക്കുന്ന കുംഭമേളയെ സാറ് അവര് പറഞ്ഞില്ല. പണ്ട് കുംഭമേള നടത്തിയപ്പം എ ന്യൂ കിങ് വാസ് സെലക്ടഡ്. മനസ്സിലായോ? അതെ. അപ്പൊ ഈ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഒരു ന്യൂ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ഉള്ളിലുള്ള മോഹം അതെപ്പോഴും ഇവരിങ്ങനെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. എല്ലാ റിലീജിയസ് ആക്ടിവിറ്റീസും പുറത്തു വരുന്നത്. ദേ ആർ ഓൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്. ദർ ഇസ് നോ റിലീജിയൻ, ദർ ഇസ് ഓൺലി പൊളിറ്റിക്സ്. ആ റിലീജിയൻ ഇസ് ഓൺലി എ ടൂൾ. ഇറ്റ്സ് ജസ്റ്റ് എ ടൂൾ. അധികാരത്തിലെത്താൻ വേണ്ടുള്ള ഒരു ചില ടൂൾ മാത്രമാണ് മതം. അതിനപ്പുറം മതത്തിന് ഒരു പ്രസക്തിയില്ല കേട്ടോ. ഇവരാരും അതിന് വാല്യൂ കൊടുക്കുന്നില്ല. ഈ കോണ്ടെക്സ്റ്റില് നമ്മൾ അതിനകത്ത് വേറൊരു തമാശയും കൂടെ പറയുന്നുണ്ട്. ഭാർഗവ ക്ഷേത്രം പുനർനിർമ്മിക്കണം. കേരളം പഴയ ഭാർഗവ ക്ഷേത്രമാക്കി മാറ്റണം. ഭാർഗവൻ ആരാണ്? പരശുരാമൻ. പരശുരാമന്റെ പ്രസക്തി എന്താണ്? പരശുരാമൻ കേരളത്തിന് ഇങ്ങനെ മഴ കൊണ്ടിഞ്ഞ് കടലിൽ നിന്ന് ഇതുണ്ടാക്കിയിട്ട് അത് 64 ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിട്ട് കൊടുത്തു. ഈ 64 ബ്രാഹ്മണ കുടുംബങ്ങളിൽ 32 നമ്മൾ ഇന്ന് പറയുന്ന കർണാടകയിലാണ്. കാരണം ഗവൺമെന്റ് തൊട്ടാണല്ലോ എടുക്കുന്നത്. ബാക്കി 32 കേരളത്തിലാണ്. കേരളത്തിലെ സ്വത്തും ഭൂമിയും മുഴുവനും ഇവിടുത്തെ 1% വരുന്ന ബ്രാഹ്മണന് കൊടുത്ത കഥ യാഥാർത്ഥ്യം അതിനെ ഒരു കെട്ടുകഥയിൽ മിത്തിൽ കൂടെ അവതരിപ്പിക്കുകയാണ് ആ പരശുരാമന്റെ ആ പ്രവൃത്തി. ഇനി ഇതിനകത്ത് വന്നൊരു ഒരു ഒരു പാളിച്ച, നമ്മൾ ഈ അവതാര കഥകളൊക്കെ എഴുതുമ്പോണ്ടാകുന്ന പാളിച്ച വാസ്തവം നമ്മൾ ഇത് നോക്കുമ്പോൾ ഈ എന്താണ് വാമനന് ശേഷമാണ് പരശുരാമന്റെ അവതാരം. വാമനന് ശേഷമാണ് പരശുരാമൻ വരുന്നത്. വാമനൻ എന്തിനാണ് വരുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തുന്നു. മഹാബലി ആരായിരുന്നു? ഹി വാസ് എ ബുദ്ധിസ്റ്റ് കിങ്. അപ്പൊ ഒരു ബുദ്ധിസ്റ്റ് കിങ്ങിനെ, ബുദ്ധിസത്തിനെ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളെ കൊല്ലുന്നതിന്റെ ഭാഗമായിട്ട് അന്നത്തെ വൈഷ്ണവ ബ്രാഹ്മിൺസ് ചെയ്ത പ്രവൃത്തികളെ ന്യായീകരിക്കാൻ വേണ്ട കെട്ടുകഥയാണ് വാമനൻ. പക്ഷെ പരശുരാമൻ അതിന് ക്ഷേത്രമാണ്, അതിന് ശേഷമാണ് വരുന്നത്. പരശുരാമൻ ക്ഷേത്രം ഉണ്ടാക്കി പരശുരാമന്റെ അച്ഛനെ ഒരു ക്ഷത്രിയനെ അപമാനിച്ചു. അയാൾ ഒരു കഴുത്തിൽ കൂടെ ഒരു ചത്ത പാമ്പിനെ ഇട്ട് കൊടുത്തു. കാരണം രാജാവ് ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി വരുമ്പോൾ അതുവഴി പോയൊരു മാനുണ്ടായിരുന്നു. മാനിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇയാൾ കണ്ടില്ല എന്ന് പറയുന്നു. ഇയാൾ കണ്ടില്ല എന്നല്ല, ഇയാൾ ധ്യാനത്തിലായിരുന്നു. അപ്പൊ രാജാവ് വന്നിട്ട് മിണ്ടാത്തൊട്ട് ചത്ത പാമ്പിനെ തലയിലിടുന്നു, കഴുത്തിലിടുന്നു. അയാൾ ഉണർന്നു കഴിയുമ്പോൾ അയാളെ ഇങ്ങനെ അപമാനിച്ചായിട്ട് തോന്നുമ്പോൾ അയാളുടെ മക്കളോട് പറയുന്നു. അപ്പം പരശുരാമൻ നേരെ പോയിട്ട് 21 വട്ടം ചുറ്റി ക്ഷത്രിയരെ മുഴുവൻ കൊന്നൊടുക്കി. അപ്പൊ ക്ഷത്രിയനെ മുഴുവൻ കൊന്നൊടുക്കിയതിന്റെ പാപം നിർവഹണത്തിന് എന്താണ് വഴി? ഭൂമി ബ്രാഹ്മണന് കൊടുക്കുക. അപ്പൊ ഭൂമി കണ്ടെത്തുന്നു. ഇതാണ് കഥ. പക്ഷെ കുഴപ്പം പറ്റിയെന്ന് കേരളം അതിനു മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ള വാമനന്റെ അവതാരം അതിനു മുമ്പേ വന്നുപോയി. എനിഹോ ഈ ബ്രാഹ്മണന്റെ സൂപ്രമസിയുള്ള ഭാർഗവ ക്ഷേത്രം, ബ്രാഹ്മണന് പരശുരാമൻ പതിച്ചു കൊടുത്ത ബ്രാഹ്മണ ക്ഷേത്രം, ബ്രാഹ്മണ്യം തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളുടെ തുടക്കമായിട്ട് ഞാനിത് കാണുന്നു. ഇത് കാണും. ഇതിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സണ്ണിയം കവിക്കാടിന്റെ ഇത് കാണുന്നത്. ഈ പുള്ളി ഇലക്ഷൻ നിൽക്കുന്ന എവിടെയാണ്? വൈക്കത്താണ്. വൈക്കം കേരളത്തിന്റെ ഒരു ചരിത്രത്തില്, കേരളത്തിന്റെ ഹിസ്റ്റോറിക്കൽ റിനൈസൻസിനൊക്കെ വലിയൊരു പങ്ക് വഹിച്ചാണ്. അത് നമ്മൾ എന്നും എടുത്തു പറയണത് വൈക്കം സത്യാഗ്രഹമാണ്.
അതെ. വൈക്കം സത്യാഗ്രഹം ആണ് നമ്മൾ അതിന് ഏറ്റവും ഇതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹം നടന്ന എവിടെയാണ്? ഈ നമ്മുടെ വൈക്കത്തെ ശിവക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ശിവക്ഷേത്രത്തിന്റെ ചുറ്റും ഉള്ള ഒരു റിംഗ് റോഡുണ്ട്, ഒരു റോഡ് ചുറ്റുമാണ്. ആ റോഡിൽ നിന്ന് കണക്ട് ചെയ്ത് 4 ഭാഗത്തേക്കും റോഡ് പോകുന്നു. അപ്പൊ 4 ഭാഗത്തേക്കുള്ള റോഡിനെ കണക്ട് ചെയ്യുന്ന ഒരു റിംഗ് റോഡുണ്ട്. ആ റിംഗ് റോഡിന്റെ നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത്. ഇതാണ് അതിന്റെ ജോഗ്രഫിക്കൽ പൊസിഷൻ. അപ്പൊ അതുവഴി ദളിതർക്കും ഈഴവർക്കും നടക്കാൻ അനുവാദമില്ലായിരുന്നു. അപ്പോൾ ആ അനുവാദത്തിന് വേണ്ടി സവർണരായ ഹിന്ദുക്കൾ, സവർണർ എന്നപ്പൊ പറയുമ്പോൾ ഒരു നമ്പൂതിരിയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ബാക്കി നായന്മാരായിരുന്നു. നായന്മാർ എവിടെയും സ്വയം സവർണരാണ് എന്ന് പറയുന്ന അഭിമാനം കൊള്ളുന്നു. നായർ സവർണരല്ല, നായർ ശൂദ്രനാണ്. ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴെയുള്ളതാണ് നായർ. നായർ സവർണനായി സ്വയം എളിയണ്ട. ജാതി വ്യവസ്ഥയിൽ നായർ ശൂദ്രനാണ്, അവർണനാണ്. എന്തായാലും അവരാണ് ഇതിന് സമരം കൊടുത്തത്, നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഈ ക്ഷേത്രം എന്തായിരുന്നു ചോദിക്കുകയാണെങ്കിൽ, ശിവക്ഷേത്രം, വൈക്കത്തെ ശിവക്ഷേത്രം എന്ന് പറയുന്നത് അതൊരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമായിരുന്നു. ബുദ്ധിസ്റ്റ് വിഹാരത്തിനെ കൺവേർട്ട് ചെയ്യുന്നത്. അതിന് സ്റ്റെല്ല ക്രാമറിഷ് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രമുഖയായ ഒരു ആർട്ട് ഹിസ്റ്റോറിയനും ഏൻഷ്യന്റ് ഇന്ത്യൻ ആർട്ടിനെ കുറിച്ചും ആർക്കിടെക്ചറിനെ കുറിച്ചും ഫോക്ക് ആർട്സിനെ കുറിച്ചും ഒരുപാട് ബുക്ക് എഴുതിയ ഒരു ആസ്ട്രിയൻ റിസർച്ചറാണ് സ്റ്റെല്ല ക്രാമറിഷ്. അവരുടെ ബുക്കിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അതിന്റെ സ്കൾപ്ചറും ഇതിന്റെ ആർക്കിടെക്ചർ ഡിസൈനൊക്കെ ഉണ്ട്. ഇത് ഒരു ബുദ്ധിസ്റ്റ് വിഹാരമായിരുന്നു. അത് നമ്മൾ അത്ഭുതപ്പെടേണ്ട. കാരണം ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ക്ഷേത്രങ്ങളും, ഹിന്ദു ക്ഷേത്രങ്ങളും ഒരു കാലഘട്ടത്തിൽ ബുദ്ധിസ്റ്റ് ഓർ ജെയിൻ ക്ഷേത്രങ്ങളായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അശോക ചക്രവർത്തി 84,000 ബുദ്ധിസ്റ്റ് സ്തൂപങ്ങൾ എക്സ്പോസിസ് എംപയർ സ്ഥാപിച്ചു എന്ന് പറയുന്നത്. അശോകന്റെ സാമ്രാജ്യത്തിന്റെ അകത്ത് വന്നതായിരുന്നു നമ്മൾ ഇന്ന് പറയുന്ന കേരളം. കാരണം എറണാകുളത്തിനടുത്തുള്ള അശമന്നൂർ എന്നൊരു ഗ്രാമമുണ്ട്, അശോകൻ രാജാവിന്റെ ഊര്, അതാണ് അശമന്നൂർ. അവിടെ നമ്മൾ നോക്കിയ കഴിവേറ് കല്ലുകൾ എന്നുണ്ട്. അത് ബുദ്ധിസ്റ്റ് മോങ്സിനെ ആര് നിർത്തി കഴുത്ത് വെട്ടി മുറിച്ച് കൊല്ലാനുണ്ടായിരുന്ന സ്തൂപങ്ങളായിരുന്നു ഈ കഴിവേറ് കല്ലുകൾ. അപ്പൊ ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പ്രമുഖരും വേറൊരു ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മുടെ ജാർഖണ്ഡിലെ റാഞ്ചിയുടെ അടുത്തൊരു മാ ഭദ്രകാളി ടെമ്പിൾ എന്നുണ്ട്. ഇത്ഖോറി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഛത്ര ഡിസ്ട്രിക്റ്റിൽ. അവിടെ ഒരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിന്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് നോക്കിക്കഴിയുമ്പം അതിൽ 1008 ബുദ്ധന്റെ മിനിയേച്ചർ കാർവിങ്സ് ഉണ്ട്. മനസ്സിലായോ? അത് ഇത്രയും വർഷങ്ങളായിട്ട് ശിവലിംഗമായിട്ട് പൂജിച്ചോണ്ടിരിക്കുകയായിരുന്നു. 1008 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സ്റ്റഡിയാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് റിപ്പോർട്ടർ ഓൾസോ. പിന്നെ ജഗന്നാഥപുരി എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ക്ഷേത്രമായിരുന്നു. വിവേകാനന്ദന്റെ വർക്ക്സ് ഓഫ് വിവേകാനന്ദൻ പറയുന്നുണ്ട്. നമ്മുടെ തിരുപ്പതി ബുദ്ധിസ്റ്റ് ക്ഷേത്രമായിരുന്നുള്ളതിന്റെ റിസർച്ച് സ്റ്റഡി സിസ്റ്റം പോലെ ഉണ്ട്. പത്മനാഭസ്വാമി ടെമ്പിൾ, ശബരിമല ടെമ്പിൾ, ഇതൊക്കെ പോലെ എല്ലാ ക്ഷേത്രങ്ങളും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേദങ്ങൾ അനുസരിച്ച്, ഏൻഷ്യന്റ് വേദങ്ങളും സ്ക്രിപ്റ്റേഴ്സും അനുസരിച്ച് ടെമ്പിൾസോ വിഗ്രഹങ്ങളോ പാടില്ല. ദാറ്റ് ഈസ് എഗൻസ്റ്റ് വേദാസ്. മനസ്സിലായോ? ടെമ്പിൾ, കോൺസെപ്റ്റ് ഓഫ് ടെമ്പിൾ ആൻഡ് ഐഡൽ വർഷിപ്പ് ആർ എഗൻസ്റ്റ് വേദാസ്. ദേ ഡിഫൈ ദ വേദാസ്. എന്തുകൊണ്ടെന്ന് പറയാം. ഞാൻ കോട്ട് ചെയ്യുന്ന യജുർവേദ പറയണേ, unambiguous depth. There is none and nothing like him. No picture, no icon, no simile, no metaphor. യജുർവേദ. ബ്രഹ്മസൂത്ര supposed to be written by വ്യാസൻ. അതിനകത്ത് പറയുന്നത് Brahman is formless on account of all Vedic purpose. Maitreya Upanishad പറയുന്നത് worship of idols made of stone, gold or clay leads to rebirth for one who desires salvation. അതൊരു പണിഷ്മെന്റ് ആണ്. പുനർജന്മം, വീണ്ടും ജനിക്കേണ്ടി വരികയാണ് ഇതെങ്ങനെ വർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഗോൾഡിലോ സ്റ്റോണിലോ ക്ലേയിലോ ഏതാണെങ്കിലും. ഇനി മൈത്രേയനി അരണ്യക പറയുന്നുണ്ട്, there are certain 2 forms of Brahman. The manifest, that's with the form, and the unmanifest, that is formless. Of these, the manifest is untrue and false, and the unmanifest is true. ഇതാണ് വേദങ്ങളിലും ഉപനിഷത്തിലും ഈ വിഗ്രഹത്തിനെ കുറിച്ചും ക്ഷേത്രങ്ങളെ കുറിച്ചും. അപ്പൊ എങ്ങനെയാണ് വേദ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത്?
ക്ഷേത്രങ്ങളില്ലായിരുന്നു. ക്ഷേത്രങ്ങൾ യാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രങ്ങൾ വരുന്നത് ബുദ്ധിസ്റ്റുകളെ മുഴുവൻ കൊന്നൊടുക്കി. ഇത്രയും അശോകന്റെ സാമ്രാജ്യത്തിൽ ബുദ്ധിസം ഡിക്ലെയർ ഇല്ല, ഒരു സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ലോകത്തെ ആദ്യത്തെ തിയോക്രാറ്റിക് എംപയർ ആയിരിക്കുന്ന അശോകന്റെ. ആ ബുദ്ധിസം മുഴുവൻ എവിടെ പോയി? ഈ 1% പോലും ഇല്ല ബുദ്ധിസ്റ്റുകൾ ഇന്ത്യയിൽ. മുഴുവൻ കൊന്നൊടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കൺവേർഷൻ, ശൂദ്രാസ് ആയിരുന്നു ഫോഴ്സ്ഡ് കൺവേർഷൻ. എന്നിട്ട് അവര് വിഹാരങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു, അവിടെ മുഴുവൻ ഹിന്ദു ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നു. ഒരു ഹിസ്റ്റോറിക്കൽ ഇതാണ്. അതിന് ഒന്ന് തന്നെയാണ് വൈക്കത്തിലുള്ളത്. വൈക്കം ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമായിരുന്നു, അത് ഇങ്ങനെ ആക്കി മാറ്റിയെടുക്കുന്നതാണ്. അപ്പം എന്നിട്ട് വൈക്കം നമ്മൾ അറിയുന്ന മുഴുവൻ എങ്ങനെയാണ്? വൈക്കം അറിയുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. അതിനൊരു ചരിത്രമുണ്ട്. ഒന്നാമത് വൈക്കം എന്ന് പറയുന്ന ഒരു ടെമ്പിൾ കിങ്ഡം, ഒരു നമ്മുടെ ട്രാവൻകൂർ എന്ന് പറയുന്ന ടെമ്പിൾ കിങ്ഡം ആയിരുന്നു. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു രാജ്യം, ക്ഷേത്രമായിരിക്കും അതിൽ പ്രധാനപ്പെട്ട. അങ്ങനെ പലതരം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ വൈക്കം എന്ന് പറയുന്ന പ്രധാന ക്ഷേത്രമായിരുന്നു. അതിന്റെ വൈക്കത്തിന്റെ സറൗണ്ടിങ് ഏരിയാസ് വെർ കൺട്രോൾഡ് ബൈ ഇണ്ടൻ തുരുത്തിമന, ഒരു ഹൈ പ്രൊഫൈൽ ബ്രാഹ്മിൻ ഫാമിലിയാണ് ഇണ്ടൻ തുരുത്തിമന. അപ്പൊ ഇണ്ടൻ തുരുത്തിമന ഇതൊരു നമ്മൾ ഫേമസ് വൈക്കത്തിനെ കുറിച്ച് നാഷണൽ ഹെഡ്ലൈൻസിലേക്ക് വരുന്നപ്പോഴാണ് 1925 മാർച്ച് 9 ഈ വൈക്കം സത്യാഗ്രഹം പറയണത്. ആ വൈക്കം ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി അല്ല, മറിച്ച് ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിൽ കൂടി ഈഴവർക്കും മറ്റ് അൺടച്ചബിൾസ് എന്ന് പറഞ്ഞ മനുഷ്യർക്ക് യാത്ര ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം, 604 ദിവസം നീണ്ട സമരം. ആ സമരത്തിന്റെ ഇടയിൽ മാർച്ച് 9, 1925 ഗാന്ധിജി വന്നിരുന്നു. അതോടുകൂടിയാണ് ഇത് ഒരു നാഷണൽ ഇതാണ്. ഗാന്ധി വന്നിട്ട് പലപ്പോഴും ചെയ്യുന്ന പോലെ ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ആ നാട്ടിലെ ഈ ദളിതർക്കും അവർക്കും ഈ സ്വാതന്ത്ര്യ സമരം ഏത് ഇന്ത്യൻ്റെ എന്നൊന്നും അറിയത്തില്ല. അവർക്ക് ആ കൊച്ചു നാടിനെ കുറിച്ച് മാത്രമേ. ഏതായാലും പോട്ടെ, ഗാന്ധി വന്നോടി അത് സത്യാഗ്രഹം തുടങ്ങുന്നത് മാർച്ച് 30, 1924 തീരുന്നത് നവംബർ 23, 1925 604 ദിവസം. അപ്പൊ ഫേമസ് ആകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒരു വളരെ പ്രസിദ്ധമായിട്ടുണ്ട്. ഗാന്ധിജി ഈ ബ്രാഹ്മിൻ ഫാമിലിയിലെ ഈ പ്രമുഖനായ ഇണ്ടതുരുത്തിമനയിലെ പ്രമുഖനായ നമ്പൂരിയുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പുള്ളി എല്ലാ കാര്യവും ഡിസ്കഷൻ വേണമെന്ന്, ഡയലോഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. പുള്ളിയെ പക്ഷെ മഠത്തിനകത്ത് അയാൾ കയറ്റിയില്ല. അതിന്റെ വെളിയിൽ ഒരു പന്തലിട്ടാണ് ഒരു ചർച്ചയ്ക്ക് ഇരുന്നത്. ഗാന്ധി അതിനകത്ത് കയറ്റിയില്ല അയാള്. അപ്പൊ ഡയലോഗ് ഫേമസ് ആണ്. ഗാന്ധി പറയുന്നത്, എനിക്ക് നിങ്ങളുമായിട്ടൊരു സംഭാഷണത്തിന് ആഗ്രഹമുണ്ട്. ഗാന്ധി അത്രയാണ്. അപ്പൊ പുള്ളി ചോദിക്കുന്നത്, വേദങ്ങളെ കുറിച്ചാണോ? അല്ല, ഇതിന്റെ ചുറ്റുമുള്ള റോഡിൽ കൂടെ നടക്കാനുള്ള അവകാശം. അപ്പൊ നിങ്ങൾ ഈ അൺടച്ചബിൾസ് അവരെ കുറിച്ചാണോ സംസാരിക്കുന്നത്? ഗാന്ധി അല്ല, ഹരിജനങ്ങളെ കുറിച്ചാണ്. ഹരിജനങ്ങളോ? അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് പ്രീതിയുള്ളവർ. പുള്ളി പെട്ടെന്ന് ഒഫൻഡഡ് ആകും. ദൈവത്തിന് പ്രീതിയുള്ളെന്ന് ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നവർ നിങ്ങൾ ദൈവത്തെ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഗാന്ധി ചോദിക്കുന്നത്, എന്തുകൊണ്ട് അവർക്ക് ഈ ക്ഷേത്രത്തിന് ചുറ്റും കൂടെ നടന്നുകൂടാ? അപ്പൊ പുള്ളിയുടെ മറുപടിയാണ്, അവരുടെ പ്രസൻസ് പോലും ഈ DTA ക്ഷേത്രത്തെ എല്ലാം പൊല്യൂട്ട് ചെയ്യും. അപ്പൊ തെരുവ് നായികൾക്ക് ഇത് പോകാമല്ലോ, പക്ഷെ ഇവർക്ക് പാടില്ല. അയാളുടെ മറുപടി എന്തുകൊണ്ട്? അവര് cursed souls. ഒരു ബ്രാഹ്മണൻ അവരെ കാണേണ്ടി വരുമോ, അവരെ കാണേണ്ടി വരികയാണെങ്കിൽ പോലും അവന്റെ ആത്മാവിനെ അത് പൊള്യൂട്ട് ചെയ്യും. അപ്പൊ ചോദിക്കുന്നത്, എന്താണ് ഈ ബ്രാഹ്മണന്റെ ഇത്ര പ്രത്യേകത? അയാളുടെ ഫേമസ് മറുപടി ഉണ്ട്, ദ ഓൾ യൂണിവേഴ്സ് ഈസ് കൺട്രോൾഡ് ബൈ ഗോഡ്. ഗോഡ് ഈസ് കൺട്രോൾഡ് ബൈ വേദാസ്. ദ വേദാസ് ആർ വിത്ത് ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസ് therefore are gods on earth. മനസ്സിലായോ? അപ്പൊ ഗാന്ധി ചോദിക്കുന്നു, ഇത്തരം ഒബ്സലേറ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ അടിയായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ ഒക്കുന്നു? അപ്പോഴുടെ മറുപടിയാണ്, സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും നിങ്ങൾ ഒബ്സലേറ്റ് എന്ന് പറയുമോ? അപ്പൊ ഗാന്ധി, ഹരിജൻസ് ഈ വഴി കൂടെ യാത്ര ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ നാട്ടിലെ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി മുഴുവൻ ഈ വില്ലേജിൽ നിന്ന് പുറത്തു പോകും. എന്നിട്ട് ഞങ്ങൾ ഇതിനെ ശപിക്കും. ഈ വില്ലേജിന്റെ അവസാനമായിരിക്കും എന്നാണ് പുള്ളിയുടെ ആ ഡയലോഗ്. ഇത് ഈ സമയത്ത് മൂലം തിരുനാളാണ് രാജാവ്. പുള്ളി ഇതിനെതിരാണ്. അതായത് ഇവരെ നടക്കണ്ട എന്നുള്ളതാണ്. ബ്രാഹ്മിൻസ് പറയുന്നതനുസരിച്ച് ഈ രാജാവ് ചെയ്തു. പുള്ളിയുടെ മരണത്തിന് ശേഷം ചിത്രയിരുന്നാൾ കുഞ്ഞായിരുന്നു. അപ്പൊ റീജന്റ് സേതുലക്ഷ്മി ആയിരുന്നു. അവരാണ് ഈ നാട്ടിൽ കൂടെ പോകാനുള്ള പെർമിഷൻ കൊടുക്കണം. പക്ഷെ ചരിത്രത്തിന്റെ വളരെ ചെറിയ തമാശകളുണ്ട്. ഈ ഇണ്ടൻ തുരുത്തിമന ഇപ്പൊ എന്താണെന്നറിയാമോ? അതായത് ഗാന്ധിജിയെ അകത്ത് കയറ്റാതിരുന്ന ഇണ്ടൻ തുരുത്തിമന അതിപ്പോ CPIയുടെ നേതൃത്വത്തിലുള്ള ചെത്തു തൊഴിലാളികളുടെ ഓഫീസാണ്.
അതാണ് അവിടുത്തെ ചെത്തു തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്താണ് കൂടുതൽ വരുന്നത്. ചെത്തു തൊഴിലാളികളുടെ ഓഫീസാണ്. അതിന്റെ നിർത്തിമന അതാ. അപ്പൊ നമ്മൾ 2025 വൈക്കം സത്യാഗ്രഹത്തിന് 100ാം വാർഷികം നടന്നു. പിണറായി വിജയനും MK സ്റ്റാലിനും എല്ലാം കൂടി ചെന്നത് ഇനോഗ്രേറ്റ് ചെയ്തു. വലിയ ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷേ ഒരു 100 വർഷത്തിന് മുമ്പ് ഈ വൈക്കം സത്യാഗ്രഹം തുടങ്ങാനുള്ള ചില പ്രാരംഭ നടപടി നമ്മൾ പോലെ അഭിങ്ങർ എന്നൊക്കെ പറയത്തില്ലേ, അതുണ്ടായിരുന്നു. അത് ദളിതരുടെ സമരമായിരുന്നു. ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് തന്നെ വാസ്തവത്തിൽ ക്രിസ്ത്യൻ മിഷണറീസ് അവിടെ വരികയും ഈ സ്ഥലത്തുള്ള ഈ താഴ്ന്ന ജാതിക്കാരെ മുഴുവൻ ക്രിസ്ത്യൻസ് ആക്കി മാറ്റാനുള്ള ഒരു വളരെ പ്ലാൻഡ് ആയിട്ട് നീക്കവും ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻസ് ആകുകയാണെങ്കിൽ അവർക്ക് അതുവഴി നടക്കുന്നതിന് തടസ്സമില്ല. ആ മൂവ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോ കോൾഡ് സവർണർ ഈ സമരം അവിടെ നടത്തിയത്. അല്ലാതെ അവിടുത്തെ ദളിതരോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടല്ല. അതല്ല എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് മുമ്പ് നടന്ന ഒരു സമരം നമ്മളവിടെ അതിനകത്ത് കാണണം. അതാണ് 1806 നടന്ന ദളവാക്കുളം കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ഒരു സമരം. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു 1806 വൈക്കത്തെ കുറച്ച് ഈഴവരും കുറച്ച് പുലയരും ദളിതരുമായിട്ടുള്ള ആളുകളും കൂടെ ചേർന്നിട്ട് വളരെ അവർ ഈ ബ്രാഹ്മൺ സൊസൈറ്റി കാണിക്കുന്ന അട്രോസിറ്റി സഹിക്കാൻ, കാരണം 4 ഭാഗത്തായിട്ട് ചെതറിക്കിടക്കുകയാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നെങ്കിൽ ഈ ക്ഷേത്രം വില്ലേജ് വൈക്കത്തിന്റെ ഏറെക്കുറെ നടുവിലാണ്. അപ്പൊ അതിന് 4 ഭാഗത്തായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഇവർ റോഡ് ക്രോസ് ചെയ്യാതെ ഒക്കില്ല. അപ്പൊ ഇവർ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കണം. അതിന്റെ എതിർപ്പ് എല്ലാം കൂടെ കൊണ്ടിട്ട് അവർ കുറച്ച് പേര് ഈ റോഡിൽ കൂടെ വരിക എന്നുള്ള മാത്രമല്ല ക്ഷേത്രത്തിനകത്ത് കയറാൻ കൂടെ അവർ തീരുമാനിക്കുന്നു. അത്രയും അവർ തീരുമാനിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് കയറണം എന്ന് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഒരു മീറ്റ് ഇതുപോലെ ആദ്യം ആ ക്ഷേത്രത്തിന്റെ കുറെ മുമ്പിൽ, അതായത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ അവിടെ അവരൊരു കുളം ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത് അവർ കൂട്ടം കൂടി നിൽക്കുന്നു കയറാൻ വേണ്ടിയിട്ട്. അന്നൊരു 200ഓളം ഈഴവ ചെറുപ്പക്കാരായിരുന്നുണ്ടായിരുന്നു അതിനകത്ത്. അവിടെ കൂടി അതിന്റെ അവിടെ നിൽക്കുന്ന ആ സമയത്ത് ഈ വിവരങ്ങളെല്ലാം അവിട്ടം തിരുനാളാണ്. ബാലവർമ്മയാണ് അന്ന് രാജാവ്. അപ്പൊ രാജാവ് അറിയുന്നു. രാജാവിന്റെ ദളവയായിരുന്നു വേലുത്തമ്പി എടുത്ത് പറഞ്ഞത് നിർത്തണം, തടയണം. വേലുത്തമ്പി ദളവ വന്നിട്ട് പുള്ളി ഇവിടുത്തെ മിലിറ്ററിയുടെ ആർമി ചീഫ് ഉണ്ടായിരുന്നു 2 പേര്, പപ്പനാപിള്ളയും കുഞ്ഞുകുട്ടിപ്പിള്ളയും. അവർ 2 പേരും നിയോഗിക്കുന്നു. അപ്പൊ കുഞ്ഞുകുട്ടിപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഇവിടെ വരികയും ഈ ചെറുപ്പക്കാരെ മുഴുവൻ കഴുത്ത് വെട്ടിക്കൊല്ലുന്നു. എതിർക്കാൻ ചിലപ്പോൾ മുറിവ് കൊണ്ട് ഓടിയിട്ടുണ്ട്. അവരെ പിടിച്ചു കൊണ്ടിട്ട് എല്ലാവരെയും കൂടെ ആ കുളത്തിനകത്തേക്ക് എടുത്തിട്ട് തള്ളുന്നു. അവിടെ കുഴിയിട്ട് മൂടുന്നു, അതിനകത്തിട്ട് മൂടുന്നു. ആ മൂടിയ ആള് അപ്പൊ അത് 300 309 കൂടുതലുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ജാലിയൻ വാല ബാഗിൽ 309 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനേക്കാൾ വളരെ കൂടുതൽ ആളുകളെ ഇവിടെ കൊന്ന് ആ ദളവാക്കുളത്തിൽ കുഴിച്ചിട്ടു. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പുറകെ ഓടി കഴിക്കും. അവരുടെ ആ ചെറുപ്പക്കാരുടെ വീടുകളില്ലേ അത് മുഴുവൻ തീയിട്ടു. നമ്മൾ ഇന്ന് പല നോർത്ത് ഇന്ത്യയിൽ ചില ഇതൊക്കെ കേൾക്കുന്നില്ല, വീട് ഇളിച്ചു പൊളിച്ച് കളയുക എന്ന് പറയത്തില്ലേ, അതുപോലെ വീട് തീയിട്ട് നശിപ്പിക്കുന്നു ഈ യുവാക്കളുടെ മുഴുവൻ. ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഇത് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന്, നമ്മുടെ ചരിത്ര ചർച്ചകളിൽ നിന്ന്, വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് പോലും ഇതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ആ ദളവാക്കുളം ഇരുന്ന സ്ഥലത്താണ് വൈക്കത്തെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. അത് വളരെ ബോധപൂർവമാണ്. കാരണം അവിടെ ഒരു സ്മാരകം ഉയരാൻ പാടില്ല. അതിന്റെ തെളിവുകൾ പോലും മറച്ചു കളയുന്നു. ദളവാക്കുളത്തിനാണ് മറച്ചു കളയുന്നത്. പക്ഷെ പണ്ട് അത് ശ്രീനാരായണ ഗുരു ആണെങ്കിലും കുമാരനാശാനാണെങ്കിലും TK മാധവനാണെങ്കിലും സഹോദരൻ അയ്യപ്പനാണെങ്കിലും അവരെല്ലാം ഈ ദളവാക്കുളം സ്ട്രൈക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 10-100 കൊല്ലത്തിനു മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പിന്നീടാണ് ഇത് ബോധപൂർവ്വം കംപ്ലീറ്റ് ആയിട്ട് മറച്ചു കളയുന്നത്, അതില്ലാതായി കളയുന്നത്. അപ്പം നമ്മൾ ഈ വൈക്കം സത്യാഗ്രഹം നടത്തുമ്പോൾ ആരും പറയുന്നില്ല. ആര് പറയുന്ന ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി പറയില്ല. പക്ഷേ നമ്മൾ ആലോചിക്കണം, SNDP നേതൃത്വം പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണിസ്റ്റ് ഇതിന് വോട്ടുള്ളത് ബ്രാഹ്മിൺസിന്റെ ഇടയിൽ നിന്നല്ല. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പിണറായി വിജയനെ കുറിച്ച് പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ, നാരായണഗുരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശന് സമയം കിട്ടാത്തതുകൊണ്ടാണ് പുള്ളി ആ സമയത്ത് മലപ്പുറത്ത് സ്വാശ്രയ കോളേജുകൾ SNDP കിട്ടുന്നുണ്ടെന്ന് അന്വേഷണം നടക്കുകയായിരുന്നു. തിരക്കായതുകൊണ്ട് വിട്ടുപോയതായിരിക്കാം കേട്ടോ.
ഏതായാലും ആരും പറഞ്ഞിട്ടില്ല. അതെ. ലോക്കൽ പത്രങ്ങളിലില്ല, മെയിൻ സ്ട്രീം മീഡിയ ഇല്ല എന്നുള്ള പോട്ടെ, ലോക്കൽ പത്രങ്ങൾ പോലും ഈ 100-ാം വാർഷികത്തിന് സമയത്ത് ദളവക്കം ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഈ സത്യാഗ്രഹം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ കാണുന്നത്, സണ്ണി കബിക്കാട് ഇവിടുന്ന് മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ സണ്ണി കബിക്കാടെങ്കിലും ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരണം. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ ഒരു സമയത്ത് മഹാകുംഭമേളയുടെ ഒരു കോമിക് റീക്രിയേഷൻ ഇവിടെ നടത്തുമ്പോൾ അതിന് പണ്ട് ഇത് 12 കൊല്ലം നടത്തിയപ്പോൾ പുതിയ രാജാവിനെ തെരഞ്ഞെടുത്തു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഇന്നലത്തെ കുറിച്ചല്ല, നാളത്തെ കുറിച്ചുള്ളത്, വരാൻ പോകുന്ന ആഗ്രഹിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ചില പാസ്റ്റ് ഇവന്റ്സ് കോട്ട് ചെയ്യുന്നു. അത്രയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും ദളിതരായ മനുഷ്യരെ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നതിനുള്ള അവകാശം നിഷേധിച്ചതിനെതിരെ സമരം ചെയ്തതിനെ കുറിച്ച് ഒരു വാക്ക് നമ്മുടെ ഗവൺമെന്റും മിണ്ടുന്നില്ല, നോബഡി. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ സണ്ണി കബിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് ദളവക്കുളം മാസക്കർ ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ ഇവിടെ പറഞ്ഞത്. ഉറപ്പായിട്ടും സാർ, വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ജാതി വിവേചനത്തിനെതിരായ ഒരു ചരിത്ര സമരമായിട്ട് കാണുന്നതാണല്ലോ. അപ്പൊ സണ്ണി കബിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വം ഈ ചരിത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ദളവാക്കുളം എല്ലാവരും മറന്നു കളഞ്ഞ, ചരിത്രകാരന്മാർ ഉൾപ്പെടെ മറന്നു കളഞ്ഞൊരു കാര്യം ഓർമ്മപ്പെടുത്തിയത് സാർ ഇപ്പൊ ഇനി ശ്രദ്ധേയമാകേണ്ട ഒരു വിഷയം തന്നെയാണ്. ഉറപ്പായിട്ടും സണ്ണി കബിക്കാടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം കൂടി എന്തായാലും മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യട്ടെ. അല്ല, പുള്ളിയും പറയണം, പുള്ളിക്ക് ഇതിനെ കുറിച്ച് അറിയാലോ, പുള്ളി ദളിത് ആക്ടിവിസ്റ്റും പ്രവർത്തകനും എഴുത്തുകാരനും അല്ലേ, പുള്ളിക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും. അത് ചർച്ച ചെയ്യണം. കാരണം താഴ്ന്ന ജാതിക്കാർക്ക് അതുവഴി പൊക്കൂടാന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ താഴ്ന്ന ജാതിക്കാരായിട്ട് ഡിക്ലെയർ ചെയ്തവരാരാണ്? ബുദ്ധിസ്റ്റുകളെ ഫോഴ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്യുമ്പോൾ കൺവേർഷന് തയ്യാറായവരെ ശൂദ്രരായിട്ട് മാറ്റുന്നു, തയ്യാറാകാത്തവരെ അവർ ഈഴവരും അൺടച്ചബിൾസുമായിട്ട് മാറുന്നു. ഈ ഈഴവർ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകളാണ്, കൺവേർഷന് തയ്യാറാകാതിരുന്ന ബുദ്ധിസ്റ്റുകളാണ്. അതാണ് നാരായണ ഗുരു ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ നടത്തുന്ന നമ്പൂരിയല്ലേ, ബ്രാഹ്മണനല്ലേ? അത് ബ്രേക്ക് ചെയ്യുന്നു. ആ ബ്രേക്ക് ചെയ്ത നാരായണ ഗുരുവിന്റെ ശിഷ്യര് ആണ് ഇതിന് പ്രാധാന്യം കൊടുക്കാതെ ഇത് കാണാതെ പോകുന്നത്. അപ്പൊ അവരത് വരുന്നത് ഞങ്ങളുടെ മുൻതലമുറയുള്ള ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് പോയിരുന്ന ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണിത്. അതിന്റെ ചുറ്റും ഞങ്ങൾക്ക് ഇപ്പൊ നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവർ ഫോഴ്സ് ചെയ്ത് ഒരു വല്ലവരുടെ സ്ഥലത്ത് കയറുക എന്നുള്ളതല്ല, ഇത് ഞങ്ങളുടെ ആയിരുന്നു, ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഞങ്ങളുടെ ഇന്ന് തട്ടിപ്പറിച്ചെടുത്തു. ഇപ്പൊ ക്ഷേത്രം വേണ്ട, അതിന്റെ ചുറ്റുപോലും ഞങ്ങൾക്ക് യാത്ര ചെയ്തുകൂടെ? അതായിരുന്നു ചോദ്യം. അപ്പൊ വൈക്കം സത്യാഗ്രഹം നമ്മൾ രേഖപ്പെടുത്തുമ്പോഴും സവർണര് ഈ താഴ്ന്ന ജാതിക്കാരെ ആണല്ലോ ക്രിസ്ത്യൻസും മുസ്ലിംസും ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഒരു നമ്പൂതിരിയും കൺവേർട്ടഡ് ആകില്ല കേട്ടോ. ഇത്രയും സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന നമ്പൂതിരി വെളിയിൽ നിന്ന് ഇവിടുന്ന് വന്ന് ഒരു മതത്തിലേക്ക് എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നത്? അയാൾക്ക് ഭ്രാന്തായിരിക്കും, അല്ലാതെ ആരും കൺവേർട്ട് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ നോക്കണം, ഈ ക്രിസ്ത്യൻസിന്റെ ജീവിതം അവർ പറയും ആദ്യത്തെ ഞാൻ കൺവേർട്ട് ചെയ്ത് മുഴുവൻ നമ്പൂരിയാണെന്ന്. കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ സവർണ ബോധമാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇവിടുത്തെ കൺവേർഷൻ നടന്നത് മുഴുവനും താഴ്ന്ന ജാതി അന്നത്തെ ബുദ്ധിസ്റ്റുകളിൽ നിന്നൊക്കെയാണ് കൺവേർഷനാണ്. ഈ ശൂദ്രാശായിട്ട് കൺവേർട്ട് ചെയ്യണേ. കൺവേർട്ട് ചെയ്യാതെ അൺടച്ചബിൾസ് ദളിതരൊക്കെ ആയിരുന്ന മനുഷ്യരെയാണ് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം സോ കോൾഡ് സവർണർ ഏറ്റെടുക്കുന്നത്. അത് കഴിയുമ്പോൾ എല്ലാവരും പൊടിതെറ്റിപ്പോയി. ഞാൻ വൈക്കത്തുള്ള ഒരാളാണ്. വൈക്കം വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ല. വൈക്കത്ത് എത്ര നേതാക്കളൊന്നും, വൈക്കം വിശ്വം എന്ന് പറഞ്ഞ ആൾ അവിടെ അല്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന കൃഷ്ണപിള്ള വൈക്കത്തുകാരനല്ലേ? എന്നിട്ട് എന്താണ് വൈക്കത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പോയ അതുപോലെയൊക്കെ തന്നെ ഉണ്ട്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ, ഉറപ്പായിട്ടും. എന്തായാലും വൈക്കം സത്യാഗ്രഹം മൊത്തത്തിൽ ഒരു ശാന്തമായിട്ടുള്ളൊരു അഹിംസാപരമായിട്ടുള്ള സമരമായിട്ടാണ് നമ്മൾ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയ, എവിടെയും പറയാതെ പോയ ദളവാക്കുളം ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് ഇനി ചർച്ചയാവേണ്ടതാണ്. എന്തായാലും സണ്ണി കബിക്കാട് ഈ വിഷയത്തിലേക്ക് മുന്നോട്ട് വരും എന്ന് തന്നെ നമുക്ക് കരുതാം സാർ.